കേരള സഭയ്ക്ക് ജെസ്യൂട്ട് സൊസൈറ്റി നൽകിയ ഒരു വലിയ സമ്മാനമാണ് ഫാദർ അടപ്പൂർ എന്നാണ്. ബൗദ്ധിക രംഗത്ത് അടപ്പൂരച്ചൻ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്കും യുവജനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് തൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും. അതുപോലെ തന്നെ അക്രൈസ്തവരായ വ്യക്തികൾക്ക് യേശുവിനെയും സഭയെയും പരിചയപ്പെടുത്തുന്ന മഹത്തായ ദൗത്യവും അദ്ദേഹം തൻ്റെ രചനകളുടെ നിർവഹിച്ചിട്ടുണ്ട്. അടപ്പൂരച്ചനെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് മനസ്സിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ്. ആ ലാളിത്യത്തിൻ്റെ മറവിൽ എത്രമാത്രം അറിവാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അപാരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മീയത, സ്പിരിച്വാലിറ്റിയുടെ ആ അതിൻ്റെ ഒരു വിസ്തീർണം, അത്ര ഒരു വലിയൊരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഉടമയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിൽ പകർത്തി കൊടുക്കാൻ ഇത്രത്തോളം താല്പര്യം കാണിക്കുന്ന മറ്റൊരു വ്യക്തിയോടൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വഴി, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങൾ, പലതരത്തിലുള്ള പ്രസംഗങ്ങൾ വിവിധ വേദികളിൽ, ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓൾ ഇൻക്ലൂസീവ് അപ്രോച്ചാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു റിലിജൻ്റെ, മതത്തിൻ്റെ ചുമരുകളിൽ ഉള്ളിൽ ഒതുങ്ങാത്ത ഒരു സ്പിരിച്വാലിറ്റിയാണ് അദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ചാൽ യൂണിവേഴ്സാലിറ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൽ പങ്കുണ്ട്, എല്ലാവർക്കും അത് സ്ഥാനമുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു സ്പിരിച്വൽ ഇൻ്റലക്ച്വൽ എന്ന് പറയുമ്പോൾ അത് അടപ്പൂരച്ചൻ തന്നെയാണെന്ന് തോന്നുന്നു. അടപ്പൂരച്ചനെ ചെറുപ്പം തുടങ്ങി എനിക്കറിയാം. മാതൃഭൂമി വാരികയിലൂടെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അതെന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുമുണ്ടായിരുന്നു. ശക്തമായ ചിന്ത, വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം, പിന്നെ അദ്ദേഹത്തിൻ്റെ ദാർശനിക വ്യാപ്തി, ഇതൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ച കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ 2011 ഇവിടെ കേരളത്തിൽ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹവുമായിട്ട് നേരിട്ട് പരിചയപ്പെടുന്നത്. ഒരിക്കലും അദ്ദേഹം എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ഒരു ന്യൂമാൻ അസോസിയേഷനിലെ സെമിനാർ നടത്തുന്നുണ്ട്, അതിൽ എന്താണ് ക്രിസ്തീയത്വം താങ്കളുടെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ച് ഒരു ചെറിയ ടോക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നിട്ട് ന്യൂമാൻ അസോസിയേഷനുമായിട്ടും അടപ്പൂരച്ചനുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതും എഴുത്തുമാസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വീണ്ടും വരികയും അടപ്പൂരച്ചനെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്യാൻ അവസരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, പ്രായം പരിഗണിക്കാതെ അദ്ദേഹം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കൽക്കട്ട ഭാഗത്തു നിന്നും വന്ന എൻ്റെ സഹപാഠികൾ എല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു, ഇന്ത്യക്കാർ മാത്രമല്ല, മിഷനറിമാരുണ്ടായിരുന്നു. അവരൊക്കെ മദർ തെരേസ കൽക്കട്ടയിൽ ചെയ്തുകൊണ്ടിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായി. പ്രത്യേകിച്ച് തെരുവുകളിൽ ആരും നോക്കാനില്ലാതെ കിടന്ന് മരിച്ചുകൊണ്ടിരുന്നവരെ തേടിപ്പിടിച്ച് എടുത്തുകൊണ്ട് പോയി കൽക്കട്ടയിലെ കാളിക്ഷേത്രത്തിനടുത്തുള്ള ഒരു ചെറിയ സ്ഥലത്ത് കിടത്തി അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് മനുഷ്യരെ പോലെ മരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ മദർ തെരേസ അവരുടെ ചരിത്രം, അവർ കന്യാസ്ത്രീ ആയിട്ട് യൂറോപ്പിൽ നിന്നും കൽക്കട്ടയിലെത്തി അവിടുത്തെ ഒരു വളരെ സമ്പന്നരുടെ പെൺമക്കൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂള്, കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂള്, ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളെയൊക്കെ അവർ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തോന്നിയത്, ഞാൻ ഇവിടെ സമ്പന്നരുടെ പിള്ളേരെ നോക്കിക്കൊണ്ട് ഇരുന്നുകൊണ്ട് കാര്യമില്ല, ആരും നോക്കാനില്ലാതെ നിസ്സഹായരായ കുട്ടികൾ ഈ പ്രദേശത്തുണ്ട്. അവർ പലപ്പോഴും സ്കൂളിൻ്റെ ഗേറ്റിങ്ങിലൊക്കെ വന്ന് നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവരെയാണ് നോക്കേണ്ടത്. ഇവരെ ഇപ്പോൾ ഞാൻ നോക്കിയില്ലെങ്കിൽ വേറെ ആൾക്കാർ നോക്കാനുണ്ടാകും. ഈ കുട്ടികളെ നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത
അധീനയായി മദർ തെരേസ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു പുതുമയുള്ള കാര്യമാണല്ലോ, ഇതിനകത്ത് മഹത്തായ ഒരു മനുഷ്യ ദർശനമുണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ലേഖനം എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ NB കൃഷ്ണവാര്യർ അത് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ തമ്മിലൊരു ബന്ധം അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുള്ള ആളാണ് കൃഷ്ണവാര്യൻ, എനിക്കറിയാമായിരുന്നുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അന്നേരം ഈ ലേഖനം എഴുതി എന്താണ് എഴുതേണ്ടത്, ഇതിൻ്റെയൊക്കെ ചരിത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരമില്ല. അതിന് മദർ തെരേസയെ നേരിട്ടറിയാവുന്ന ഫാദർ നോയനർ, ജോസഫ് നോയനർ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, എൻ്റെ പ്രൊഫസറായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ട് ഇക്കാര്യം പറഞ്ഞു. അപ്പോഴന്നേരം അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ എഴുതാം, ഞാൻ മദർ തെരേസയ്ക്ക് എഴുതാം. ഉടനെ മദർ തെരേസ മറുപടി അയച്ചു. ആ മറുപടിയിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വിശദീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളുടെ ഏതാനും ചിത്രങ്ങൾ അയച്ചു തരികയും ചെയ്തു. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനൊരു ലേഖനം എഴുതിയത്. ആ ലേഖനത്തിന് ഞാനിട്ട പേര് ഏഴകളുടെ തോഴികൾ. ആ ലേഖനം നല്ല പ്രാധാന്യം കൊടുത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഏതാനും കോപ്പി എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ കോപ്പി മദർ തെരേസയ്ക്ക് അയച്ചു കൊടുത്തു. ഷീ വാസ് വെരി ഹാപ്പി. കാരണം അവിടെ ഇവരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കന്യാസ്ത്രീകളിൽ ഒരു നല്ല വിഭാഗം മലയാളി കന്യാസ്ത്രീകളായിരുന്നു. ഇവിടെ നിന്നുള്ളവർ ഫാദർ മണിപ്പാടത്തിൻ്റെ സിസ്റ്റേഴ്സ്, അവരെയൊക്കെ കാണിച്ചു കൊടുത്ത് ദേ ആർ വെരി ഹാപ്പി. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് മദർ തെരേസ വീണ്ടും എനിക്കൊരു കത്തോടെ അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മദർ തെരേസയുമായിട്ട് ഇടപഴകി അവരുടെ ജീവിത രീതി അറിഞ്ഞു. ആ ജീവിത രീതിയും അതിൻ്റെ വിശദാംശങ്ങളും കേരളത്തിലെ വായനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ മലയാള രംഗത്ത്, സാഹിത്യ രംഗത്ത് ഇങ്ങനെയൊരു പ്രസിദ്ധീകരണം വേറെ ഇല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ക്രിസ്ത്യാനികളല്ലാത്തവർ ഒക്കെ അത് ശ്രദ്ധിക്കുകയും അങ്ങനെ മദർ തെരേസയെക്കുറിച്ചുള്ള അറിവ് കേരളത്തിലെ മെത്രാന്മാരുൾപ്പെടെയുള്ള ആളുകളുടെ പക്കലെത്തുകയും ഒക്കെ ചെയ്തു. ആ രീതിയിലാണ് ഞാൻ മദർ തെരേസയുമായി ആദ്യം ബന്ധപ്പെടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മദർ തെരേസയുടെ സാധാരണമായ വ്യക്തിത്വം, അതിൽ തിളങ്ങി നിന്നിരുന്ന കാരുണ്യം, ദയ, അതിനുണ്ടായിരുന്ന ധീരത, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത, അതെല്ലാം അതിൻ്റെയൊക്കെ തുടക്കം ഈ ലേഖനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേരളത്തിൽ മദർ തെരേസയെ അറിയുന്നതിന് ഈ ലേഖനം ഉപകരിച്ചു എന്നുള്ളത് തീർച്ചയാണ്. പിന്നീട് ആ ലേഖനത്തിൻ്റെ തന്നെ പ്രിൻറ്റിങ് എടുത്ത് വേറെ ആൾക്കാർ അച്ഛന്മാരൊക്കെ ഈ ദൈവവിളി പ്രചരിപ്പിക്കുന്നതിനായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബെഥനി സിസ്റ്റേഴ്സ്, ബെഥനി അച്ഛന്മാർ, അവരൊക്കെ അത് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. അപ്പോഴങ്ങനെയാണ് ഞാൻ മദർ തെരേസയെ അറിയുന്നത്. ഒരു ലേഖനം എഴുതി എന്നുള്ളത് മാത്രമല്ല, ഒരു വലിയൊരു കാഴ്ചപ്പാട്, ഒരു ജീവിത രീതി, ശൈലി, അതിൻ്റെ പിന്നിലുള്ള വലിയ ആദർശപരത, അതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് എഴുത്തിൽ തുടക്കം മുതലേ താല്പര്യമുണ്ടായിരുന്നു. എഴുത്തുകാരനാവണം എന്നല്ല, എഴുതണം. മാത്രമല്ല, എഴുത്ത് കഴിയുന്നിടത്തോളം പ്രസിദ്ധീകരിക്കേണ്ടത് മതനിരപേക്ഷ പ്രസിദ്ധീകരണങ്ങളിലാണ്. അല്ലാതെ കത്തോലിക്കരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത
എനിക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതൊരു ലക്ഷ്യമാക്കി ഉള്ള ഒരു എഴുത്ത് ജീവിതമായിരുന്നു എൻ്റേത്. അപ്പോഴിത് ആദ്യത്തെ ലേഖനങ്ങളിൽ കഴിയുന്നിടത്തോളം മതനിരപേക്ഷ സെക്യുലർ പ്രസിദ്ധീകരണങ്ങളിൽ കൊടുക്കുക, അവരെ കൊണ്ട് എഴുപ്പിക്കുക, അങ്ങനെയുള്ളൊരു എഴുത്തായിരുന്നു എൻ്റേത്. അത് ഞാൻ ആദ്യന്തം തുടർന്നിട്ടുണ്ട്. എപ്പോഴും ഒരു മാസിക നമ്മൾ എഴുതി കൊടുക്കുന്നത് ഇട്ടുകൊള്ളണമെന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ ഉള്ള ഒരു പേരൊക്കെ ആയതോടുകൂടി എൻ്റെ ലേഖനങ്ങൾ കൂടുതൽ മതനിരപേക്ഷ പ്രസിദ്ധീകരണങ്ങളിൽ സ്വീകരിക്കാനും പ്രസിദ്ധീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണവാര്യർ എനിക്ക് എഴുതിയിട്ടുള്ള ഒരുപാട് കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ കത്തുകളിലൊക്കെ അദ്ദേഹം ഇങ്ങനൊരു കാര്യമുണ്ട്, അതിന് ലേഖനം എഴുതി തരണം, അല്ലെങ്കിൽ ലേഖനം എഴുതി തന്നതിന് നന്ദി, സന്തോഷം എന്നൊക്കെ ഉള്ള തരത്തിൽ. ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ എഴുതണമെന്ന് തോന്നിയാൽ എഴുതാൻ മടിക്കരുത് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള കത്തുകൾ അദ്ദേഹത്തിൽ നിന്നും ഞാനത് ഈ കൃഷ്ണവാര്യർ സാധാരണ മനുഷ്യനല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ കത്തുകൾ നഷ്ടപ്പെടാതെ കുറേ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ കത്തുകൾ അദ്ദേഹം എനിക്ക് എഴുതുകയും എന്നെ പ്രേരിപ്പിക്കുകയും ക്ഷണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഘടകമായിരുന്നു വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ. കൃഷ്ണവാര്യരും കാഴ്ചപ്പാടും എൻ്റെ ജീവിത വീക്ഷണവും തമ്മിലൊന്നും വലിയ പൊരുത്തമൊന്നുമില്ല. കൃഷ്ണവാര്യരൊരു നാസ്തികനാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്, സാഹിത്യ ലോകത്ത് വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ എൻ്റേതായ കാഴ്ചപ്പാടിനും ഭിന്നമാണ്. എന്നിരുന്നാലും ഇക്കാര്യത്തിൽ അദ്ദേഹം വളരെയേറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എൻ്റെ കുടുംബം ഒരു ഇടത്തരം കത്തോലിക്ക കുടുംബം, മിഡിൽ ക്ലാസ് എന്നാണ് അഭിപ്രായം. വലിയ സമ്പന്നരല്ല, തീരെ പാവങ്ങളുമല്ല. അപ്പോഴാ കുടുംബത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കന്മാർക്ക് 8 മക്കളാണ്. ആ കാലത്ത് 8 മക്കളില്ല. ഞാൻ പോന്നെ പിന്നെയാണ് 3 പേര് ജനിക്കുന്നത്. ഞാൻ ഈശോയിൽ ചേർന്ന പിന്നെയാണ്. അപ്പോഴങ്ങനെ അപ്പം ഞാൻ മൂത്തവൻ ആയതുകൊണ്ട് കുടുംബത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് കുടുംബത്തെ കരകയറ്റും, കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും എന്നൊരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ അവസാനം തീരുമാനം ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് അവരോട് പറഞ്ഞു, എനിക്ക് പോകണം. ഒരു തടസ്സം പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് SSLC കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിക്കോട്ടേക്ക് പോയി. ക്രൈസ്റ്റ് ഹോൾ എന്ന് പറയുന്ന മലപ്പറമ്പ് അവിടെയുള്ള ഒരു നൊവിഷ്യേറ്റാണ്. ഈ ശുദ്ധപ്പക്കാരുടെ ഒരു 9 ഏക്കർ സ്ഥലം പട്ടണത്തിനൊരു തൊട്ടടുത്ത് അവിടെ പോയി ചേർന്ന് പിന്നെയുള്ള കാര്യങ്ങൾ ഈ ശുദ്ധപ്പയുടെ രീതിയിൽ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ SSLC പഠിച്ചത് മൂവാറ്റുപുഴ അടുത്തുള്ള വാഴക്കുളത്തെ CMIകളുടെ സ്കൂളിലാണ്, ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന് പറയും. അവിടെ എൻ്റെ ഹെഡ് മാസ്റ്റർ ആഞ്ഞിരപ്പള്ളിക്കാരൻ ഫാദർ ഔറേലിയസ് എന്ന് പറയുന്ന ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ പഠിച്ച് അവിടെ നിന്ന് ഡിഗ്രി എടുത്ത് വന്നതിന് ശേഷം CMI സഭയിൽ ചേർന്ന് അച്ഛനായ ആളാണ്. അപ്പോൾ ഈ ഔറേലിയസ് അച്ഛൻ്റെ ട്രെയിനിങ്ങിലേക്കും ജെസ്യൂട്ട് കടന്നു വരുന്നു. കാരണം ജെസ്യൂട്ട് നടത്തുന്ന കോളേജാണല്ലോ സെൻറ്റ് ജോസഫ് ട്രിക്കി. ഞങ്ങളെ ക്ലാസ് എടുക്കുകയും അദ്ദേഹം സയൻസ് പഠിപ്പിച്ചു, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അദ്ദേഹത്തിന് വേറൊരു താല്പര്യം ഈ മിഷൻ ഏരിയയിലേക്ക് ദൈവവിളിയുള്ളവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ വൈദിക ജീവിതത്തിലേക്ക് പോകണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ ഹെഡ് മാസ്റ്റർ ഫാദർ ഔറേലിയസ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഈശോ സഭയിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്,
ക്യാൻ യു പുട്ട് മീ ഇൻ ടച്ച് വിത്ത് ദം. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈശോ സഭയുടെ സുപ്പീരിയർ കോഴിക്കോട്ട് ക്രൈസ്റ്റ് ഹോളിലുണ്ട്. അദ്ദേഹത്തിന് അയച്ചു, ഇങ്ങനെയൊരു ബോയ് ഇവിടെ ഉണ്ട്, യു വാണ്ട് ടു ജോയിൻ യു, അതിനെന്താ വേണ്ടത്. അപ്പോൾ അദ്ദേഹം എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു, ക്ഷണക്കത്ത് കിട്ടി. അങ്ങനെയാണ് ഞാൻ പോയി. പിന്നീട് അവരുടെ രീതി അനുസരിച്ച് എന്നേക്കൊരു എൻട്രൻസ് ടെസ്റ്റൊക്കെ നടത്തി എന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അല്ല, ഞാൻ വൈദികനാകുന്നത് 1959 ഈശോസഭയ്ക്ക് ലോങ് ട്രെയിനിങ് ഉണ്ട്. പോയി ചേർന്നത് 1944 അത് ക്രൈസ്റ്റ് ഹോളിലായിരുന്നു. അത് നൊവിഷ്യേറ്റ് എന്ന് പറഞ്ഞ 2 കൊല്ലത്തെ ട്രെയിനിങ്, പിന്നെ ജൂനിയറേറ്റ് ഭാഷ പഠിക്കുക, ലത്തീന്, ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഉള്ള ഒരു ട്രെയിനിങ്. അതെല്ലാം കഴിഞ്ഞ് ഫിലോസഫി പഠിക്കാൻ പോകണം. അതിനുവേണ്ടി കൊടൈക്കനാലിനടുത്ത് ചെമ്പകന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അത് പഠിച്ചു 3 കൊല്ലം ചെമ്പകന്നൂർ. അത് കഴിഞ്ഞ് ഉള്ള സമയം അതിന് റീജൻസി എന്ന് പറയും. അത് ഒരു സ്കൂളിലോ കോളേജിലോ പോയി പഠിപ്പിക്കുക, അല്ലെങ്കിൽ ബോർഡിംഗ് ഹൗസിൻ്റെ നോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മനുഷ്യനെ സ്വാധീനിക്കുക, മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുക, ആ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുക, അങ്ങനെയുള്ള പ്രവർത്തനമാണല്ലോ എപ്പോഴും ആവശ്യം. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഈശോസഭക്കാരെ അധ്യാപകന്മാരാണ്, ഈശോസഭക്കാർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് രൂപപ്പെടുത്തുന്നവരാണെന്നുള്ള പേര് ഉണ്ടായി. ഈശോസഭക്കാരാണ് ടീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിനെ മുഴുവനും പഠിപ്പിച്ചവരാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മംഗലാപുരം സെൻറ്റ് അലോഷ്യസ് കോളേജിൽ പോയി BA എടുത്തു. അപ്പോൾ അന്ന് ഇൻ്റർമീഡിയറ്റ് ചെയ്യാതെ തന്നെ BA എടുക്കാമായിരുന്നു ഈശോസഭക്കാർക്ക്. അപ്പോൾ അവിടെ പോയി 2 കൊല്ലം കൊണ്ട് ഞാൻ BA ജയിച്ചു. മലയാളം ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. എന്നെ പഠിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ സുകുമാർ അഴീക്കോടുണ്ടായിരുന്നു. സുകുമാർ അഴീക്കോടുമായിട്ട് ബന്ധപ്പെട്ടു. സുകുമാർ അഴീക്കോട് എൻ്റെ കോമ്പസിഷന് നല്ല മാർക്കൊക്കെ തന്നു. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ ഈ എഴുത്തിലുള്ള താല്പര്യം വളർത്തിയെടുക്കാൻ സുകുമാർ അഴീക്കോടുമായിട്ടുള്ള പരിചയം ഒക്കെ ഉപകരിച്ചു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാനൊരു കുറച്ച് നാളത്തേക്ക് പിന്നെ റീജൻസി ചെയ്യാനായിട്ട് വന്നു. അത് കഴിഞ്ഞ് ആണ് തിയോളജി പഠിക്കാൻ പോകുന്നത്. തിയോളജി പഠിക്കുന്നത് പൂനെയിലെ ദിനോബിലി കോളേജാണ്. അതിൻ്റെ കഥയാണ്, അവിടെ വെച്ചാണ് മദർ തെരേസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ വൈദികനായതിന് ശേഷം 1 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് തന്നെ എനിക്കൊരു ചെറിയ നിയമനം തിരുവല്ലയിൽ ഞങ്ങളൊരു എക്യുമെനിക്കൽ കേന്ദ്രം, ഒരു സഭൈക്യ പ്രസ്ഥാനത്തിൻ്റേതായ ഒരു കേന്ദ്രം സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ ചുമതലയായിരുന്നു എനിക്ക് ആദ്യം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജെസ്യൂട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡയറക്ഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്, 2ാമത്തെ നൊവിഷ്യേറ്റ്. അതും കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ദാറ്റ് ഈസ് ഫുൾ ട്രെയിനിങ് ഈസ് ഓവർ അറ്റ് ദാറ്റ് ടൈം. അത് കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് റോമിലേക്കാണ് നിയമനം കിട്ടിയത്. റോമിൽ ഫസ്റ്റ് ജെസ്യൂട്ട് ജനറലിൻ്റെ സെക്രട്ടേറിയറ്റ്, ഒരു വലിയൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഈ ലോകവ്യാപകമായ സമൂഹമാണല്ലോ. അപ്പോൾ ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് എനിക്ക് നിയമനം കിട്ടി. ആ നിയമനം കിട്ടുന്ന കാലത്താണ് 2ാം വത്തിക്കാൻ സിനോദോസ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റ് ബോഡിയുടെ അംഗമായിട്ട് തീരുകയും 2ാം വത്തിക്കാൻ സിനോദോസിനെ കുറിച്ച് അതിൽ പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെയുള്ള ലേഖനങ്ങൾ എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസം ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ദർശനം വേണമല്ലോ. അപ്പോൾ അതിനകത്ത് ദൈവമില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറവാണ്. അതൊരിക്കലും മനുഷ്യന് തൃപ്തി ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും കമ്മ്യൂണിസം ഒന്നുമില്ല. അപ്പോൾ അവരുടെ ആ തത്വശാസ്ത്രം
അപൂർണമാണ്, അതിനകത്ത് വളരെ കുറവുകളുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും വിജയിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച, കമ്മ്യൂണിസം ഒരു ചരമക്കുറിപ്പൊക്കെയുള്ള പുസ്തകങ്ങളുടെ, എൻ്റെ പുസ്തകങ്ങളുടെ തന്നെ പേരതാണ്. അതെനിക്ക് പറയാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് എന്നെ ഒരു മൂരാച്ചിയായിട്ട് മറ്റുള്ളവർ കാണുകയും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സാധനം ജയിക്കില്ല എന്നുള്ളത് എൻ്റെ ബോധ്യമായിരുന്നു. ആ ബോധ്യം ശരിയാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ മനുഷ്യനെക്കുറിച്ചുള്ള ദർശനത്തിന് ഒരു സമ്പൂർണ്ണത വേണ്ടേ, ഒരു കംപ്ലീറ്റ്നെസ് വേണ്ടേ. ഇത് വളരെ വികലമായ ഒരു ദർശനമാണ് അവർ കൊണ്ടുനടക്കുന്നത്. പിന്നെ അതുമാണ് ഏറ്റവും വലിയ ദർശനം, അതിനേക്കാൾ വലിയ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷേ ആ പറച്ചിൽ കാര്യമില്ലല്ലോ. മനുഷ്യനെ പൂർണ്ണമായി കാണുന്നതിൽ അവൻ്റെ ആത്മാവും അവൻ്റെ ശരീരവും അവൻ്റെ ആധ്യാത്മിക ദർശനവും പ്രാർത്ഥനയും ഇതൊക്കെ അതിൻ്റെ ആവശ്യമാണ്. സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ ഈ നിഷേധവും. അഭിപ്രായ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം ഒക്കെ ഇപ്പം ഇങ്ങനെ ഭൗതികമാണ്. എല്ലാം പാർട്ടി പറയുന്നതാണ് എന്നുള്ള തരത്തിൽ ഉള്ളൊരു ദർശനമാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ആ ദർശനത്തിന് നിലനിൽപ്പില്ല. അത് ആരെന്തൊക്കെ പറഞ്ഞാലും നിലനിൽപ്പില്ല. ഇവരിപ്പോൾ പുരോഗമനം ബാധിക്കും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പുരോഗമന സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് പുരോഗമന സാഹിത്യം. അതാണ് പുരോഗതി. അത് പുരോഗതി ഇല്ല, അത് അധോഗതിയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്യുതമേനോനുമായിട്ടൊരു തർക്കം ജോൺ പോൾ രണ്ടാമൻ തിരഞ്ഞെടുക്കപ്പെട്ട അവസരം, കമ്മ്യൂണിസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് പോളണ്ടിൽ നിന്നും വന്ന ഒരു കർദിനാളിനെ പിടിച്ച് മാർപ്പാപ്പയാക്കിയപ്പോൾ എൻ വി കൃഷ്ണവാര്യർ എനിക്ക് എഴുതി, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസം മതത്തിലേക്ക് കയറി വരികയാണോ, മതം കമ്മ്യൂണിസത്തിലേക്ക് കയറി വരിക, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിശദമായിട്ടൊരു ലേഖനം എഴുതണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ യൂറോപ്പിലാണ്. അപ്പം ഞാൻ ഇതെല്ലാം പഠിച്ച് ഈ മാർപ്പാപ്പയുടെ ജോൺ പോൾ രണ്ടാമൻ, അദ്ദേഹം പോളണ്ടുകാരൻ, പോളിഷുകാരൻ കർദിനാളായിരുന്നു. വൊയ്റ്റീവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വൊയ്റ്റീവയെക്കുറിച്ചും അദ്ദേഹം പോളണ്ടിൽ ചെയ്ത പ്രസംഗമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി. അതിൻ്റെ ചിത്രങ്ങൾ ഒക്കെ അയച്ചു കൊടുത്തു. അതിനു മുമ്പ് ഒരു പോളിഷ് തൊഴിലാളി രംഗത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വിവരിച്ചുകൊണ്ട് എഴുതിയ ആ ഇഷ്യൂ കൃഷ്ണവാര്യർ അതിൻ്റെ കുറേ കോപ്പി എടുത്ത് കേരളത്തിലെ പ്രമുഖരായ ചിന്തകന്മാർക്ക് അയച്ചു കൊടുത്തു. ശ്രീ അച്യുതമേനോൻ അയച്ചു കൊടുത്തു. അച്യുതമേനോൻ ദീർഘമായൊരു ലേഖനം എഴുതി, ഞാനതിന് മറുപടി എഴുതി. അപ്പോൾ ആ ലേഖനങ്ങൾ രണ്ടും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നു. അങ്ങനെയാണ് ഞാനും അച്യുതമേനോനും തമ്മിലുള്ള തർക്കം അന്ന് പുറത്തു വന്നത്. അപ്പോൾ അതൊക്കെ ആയാലും അച്യുതമേനോൻ അവസാനം ഇത് തെറ്റാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഡയറിയൊക്കെ പിന്നീട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും തോന്നി ഇത് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല, മനുഷ്യനെ നന്നാക്കാൻ ഇത് ഉപകരിക്കില്ല, സമൂഹത്തെ നന്നാക്കാൻ ഇത് ഉപകരിക്കില്ല, മറിച്ച് മനുഷ്യരെ അടിമകളാക്കുന്ന, അവരെ മർദ്ദിക്കുന്ന, ദ്രോഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വിമോചന ദൈവശാസ്ത്രം തുടങ്ങുന്നത് സൗത്ത് അമേരിക്കയിലാണ്. വിമോചന ദൈവശാസ്ത്രം എന്നുള്ള സാധനം ഉണ്ടെന്ന് മലയാളികൾ അറിയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പോൾ അത് വളരെ കൗതുകകരമായ കാര്യമാണ്. വിമോചന ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ ദൈവശാസ്ത്രമുണ്ട്. അത് അതിൻ്റെ പിന്നിൽ അവിടെ ഉണ്ടായിരുന്ന മാർക്സിസ്റ്റ് ചിന്തകർ ആണിത് തുടങ്ങുന്നത്. അപ്പോഴത് പിന്നെ അതിനകത്തുള്ള ഈ മാർക്സിസ്റ്റ് കോണ്ടൻറ്റ് അതിനകത്ത് മഹത്വമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ എതിർത്തുകൊണ്ടിരുന്നത്. മനുഷ്യൻ ഏത് ദൈവശാസ്ത്രം വന്നാലും അവന് സ്വാതന്ത്ര്യം വേണം, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, ചിന്താ സ്വാതന്ത്ര്യം വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടി PhD ചെയ്യാൻ.
ആ സ്കോളർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫ്രാൻസിൽ സ്ട്രാസ്ബുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. അതൊരു സെക്യുലർ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ പോയി ഗവേഷണം നടത്തി തീസിസ് എഴുതി. വിഷയം മതവും സംസ്കാരവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ റിസോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു തീസിസ്. ഈ ലൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് 1950കളിൽ ഈ എറണാകുളത്ത് ആർച്ച് ബിഷപ്പ് അറ്റിപ്പറ്റി, അദ്ദേഹം ഈശോപ്പക്കാരുടെ ഒരു ആരാധകനായിരുന്നു. അദ്ദേഹം പഠിച്ചത് തൃശ്ശിനാപ്പള്ളിയിലാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങളെ അച്ഛന്മാരെ കൊണ്ടുവന്ന് അവർക്ക് താമസിക്കാനായിട്ട് ഈശോ ഭവൻ എന്നൊരു കെട്ടിട നിര സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൻ്റെ പിൻഭാഗത്ത് പണിയിച്ചു. അവിടെയാണ് തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെ ഞാൻ മടങ്ങി വന്നപ്പോഴത്തേക്കും അത് ഒരു പോരാ, നമുക്ക് നമ്മുടേതായ സ്ഥലം ഉണ്ടാവണം എന്നുള്ളൊരു വിചാരം ഈശോപ്പക്കാരുടെ ഇടയിൽ പ്രിവെയിൽ ചെയ്തിട്ട് ഒരു പുതിയ ഒരു സ്ഥലം ഈ എറണാകുളം സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ തെക്ക് വശത്തായിട്ട് ഒരു സ്ഥലമുണ്ടായിരുന്നു. ഒരു വക്കീൽ കൊടുത്ത 21 സെൻറ്റ് അവിടേക്കാണ് ലൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഞാൻ മടങ്ങി വരുമ്പോൾ അവരവിടെയുണ്ട്. അപ്പോൾ ആ സ്ഥലവും പോരാ, അത് കുറച്ചുകൂടി വ്യാപകമായ സ്ഥലം വേണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോഴങ്ങനെയാണ് അവർ ഇവിടെ തന്നെ ഈ കലൂര് അല്പം കൂടി വടക്കോട്ട് മാറി അതിൻ്റെ 2 ഏക്കർ സ്ഥലം തെങ്ങിൻ തോപ്പ് വാങ്ങിച്ചു വെച്ചിരുന്നു. 2 മൈൽ ഒരു വടക്കോട്ട് പോകണം. അവിടെ ഒന്നും ബസ്സുമില്ല, ഒരു ചുക്കുമില്ല. അപ്പോൾ അത് പോരാ, നമുക്ക് കൃഷിയല്ലല്ലോ പണി. അപ്പോൾ അത് പോരാന്ന് തോന്നി വേറൊരു സ്ഥലം ആലുവയിൽ വാങ്ങിച്ചു, ഇവിടെ ലോയോള ഇരിക്കുന്ന സ്ഥലം. അവിടെ ചില ആൾക്കാർക്ക് ആ സ്ഥലം നല്ലതാണെന്ന് തോന്നി. പൊതുവേ അതും എറണാകുളത്തിന് പകരം ആലുവ പോരല്ലോ. എറണാകുളത്തൊരു കേന്ദ്രമാണ്, വലിയ കേന്ദ്രമാണ്. അപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള സൗകര്യങ്ങൾ വേണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ എന്നോട് പറഞ്ഞ അന്നത്തെ സുപ്പീരിയർ പ്രൊവിൻഷ്യൽ ഡെൽത്തോട്ടോ, എൻ്റെ സുപ്പീരിയറായിരുന്നു അദ്ദേഹം പറഞ്ഞു, യു ബൈ വാട്ട് എവർ യു വാണ്ട്, പണം ചോദിക്കരുത്, പണം എവിടെയെങ്കിലും കാണണം. അങ്ങനെ പണം കണ്ടുകൊള്ളാം എന്നുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചതാണ് ഈ പറയുന്ന ഈ സ്ഥലം. അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കളെ വക്കീലന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരുമായിട്ട് ആലോചിച്ച് വന്നപ്പോഴാണ് ഈ സ്ഥലം വിൽക്കാൻ പറ്റിയിരുന്നു. ജോൺസൺ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കക്ഷി, അയാൾക്കൊരു കട ബ്രോഡ്വേയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോൺസണോട് പറഞ്ഞു, ഇത് എൻ്റെ വിലയെല്ലാം ഒറ്റയടിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല, ഒരു ഡിലേയ്ഡ് പേയ്മെൻറ്റ് അടിസ്ഥാനത്തിൽ വാങ്ങാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് അച്ഛന്മാരുടെ കാര്യമായതുകൊണ്ട് വിഷമിക്കാനില്ല എന്നും പറഞ്ഞ് അയാൾ സമ്മതിച്ചു. അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് അത് ഉറപ്പിച്ച് പിന്നെയുള്ളത് പിന്നെ തന്നോളാമെന്നും പറഞ്ഞ് ആണ് അതിൻ്റെ ആധാരം ശരിയാക്കിയത്. അടുപ്പുരച്ചൻ എൻ്റെ ഗുരുനാഥനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാണ് ഞാൻ സ്വയം പരിചയപ്പെടുത്താറ്. അച്ഛനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു 33 കൊല്ലത്തിലധികമായി ഞാൻ ഇവിടെ എറണാകുളത്ത് ഞാൻ പഠിക്കാൻ വന്ന കാലം മുതലുള്ള ബന്ധമാണത്. അച്ഛൻ്റെ മാഗ്നം ഓപ്പൂസ്, അതായത് അച്ഛൻ്റെ ക്ലാസിക് പീസ് ഓഫ് റിസർച്ച് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കൾച്ചറൽ ക്രൈസിസ് ഇൻ ഇന്ത്യ ആൻഡ് ദ വെസ്റ്റ്. ആദരണീയനായ ജസ്റ്റിസ് കൃഷ്ണയ്യർ സാറാണ് അതിന് മനോഹരമായ ഒരു അവതാരികയൊക്കെ എഴുതിയിട്ടുള്ളത്. സി സുബ്രഹ്മണ്യം അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഭാരതരത്നയാണ് അദ്ദേഹം. അതുപോലെ എത്രയോ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക വിദ്യാഭ്യാസ സാഹിത്യ മേഖലകളെയൊക്കെ സമ്പന്നമാക്കുന്നതിൽ അടപ്പൂരച്ചൻ നിർവഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ്. ഇവിടെ വന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങിയ അവസരത്തിൽ
തൃശ്ശൂർ വേലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വേലൂരാണ് അർണോസ്പാദ്രി ജീവിച്ചത്. അവിടെ നിന്നൊരു ഗ്രൂപ്പ് എന്നെ തേടി വന്നു ഇവിടെ. എന്നിട്ട് അവർ വന്ന് പറഞ്ഞു, അച്ഛൻ ഇവിടെ വേലൂർ വരണം, ഇവിടെ വന്ന് ഈ വലിയ ഒരു ഈശോക്കാരൻ ജീവിച്ച സ്ഥലമാണ്, ഇതൊക്കെ ഒന്ന് പഠിക്കണം, ഇത് പഠിച്ചിട്ട് ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതണം, ജനങ്ങളെ പ്രബുദ്ധരാക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. ഞാനവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട്, അപ്പോൾ അന്നേരം അവിടെ ഉള്ളവരുടെ ഓർമ്മയിലുള്ളതല്ലാതെ ഈ പാതിരിയെക്കുറിച്ചുള്ള ചരിത്രപരമായ അറിവൊന്നും ഇവർക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതേസമയത്ത് അർണോസ് പാതിരി എന്നുള്ള ഒരാൾ പണ്ഡിതന്മാർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരാൾ കൂടെ ജീവിച്ചിരുന്നു എന്നൊക്കെ. ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അത് ഇപ്പോൾ അറിവ് കിട്ടണമെങ്കിൽ അതിൻ്റെ സോഴ്സസൊക്കെ യൂറോപ്പിലാണുള്ളത്. യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ അറിവ് ശേഖരിച്ച്, അപ്പോൾ അതിനുവേണ്ടി അവിടുത്തെ ഈ പിന്നെ ഇതുണ്ടല്ലോ പുരാരേഖാ ശേഖരം, പഴയ ചരിത്രരേഖകളൊക്കെ ശേഖരിക്കുന്ന ആർക്കൈവ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി ചിലത് ഞാൻ തന്നെ സന്ദർശിച്ചു. റോമിലെ ജെസ്യൂട്ട് കുറിയയിൽ ഉള്ള ആർക്കൈവ്സ് കണ്ടു. ചില കാര്യങ്ങൾ തിരുത്തി. അദ്ദേഹം ജനിച്ചത് 81-ലാണ്, 80-ലല്ല എന്നുള്ളത് അവിടെ പോയി കൺഫേം ചെയ്തു. അങ്ങനെ തുടങ്ങി അതിനകത്തേക്ക് വന്നു. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ലേഖനങ്ങളാക്കി. ആദ്യം ഒരു ലേഖന പരമ്പര കലാകൗമുദിയിൽ എഴുതി, അതെല്ലാം കൂടെ സമാഹരിച്ചു. പിന്നെ അങ്ങനെ വന്നു. ഇവിടെ വരുമ്പോൾ ഓർമ്മയിലേക്ക് വരേണ്ടത് ഒരു 93 വയസ്സ് മുമ്പ്, കൊല്ലം മുമ്പ് സംഭവിച്ച എൻ്റെ ജനനമാണ്. ഞാൻ ജനിച്ചത് ഈ പുറത്തുള്ള മുറിയിലാണ് എന്ന് എനിക്കറിയാം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം തുടരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട്. അമ്മ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് അന്നത്തെ സാധാരണ ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ വല്യമ്മയുണ്ട് ഇവിടെ കാണുന്നയാൾ, വല്യമ്മ ഈ ഇവിടെയുള്ള മക്കളെയൊക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പായിരുന്നു. വല്യമ്മയ്ക്ക് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്. അപ്പം അങ്ങനെ തോന്നുന്ന അവസരത്തിൽ വല്യമ്മ ഇവിടുന്ന് ആർക്കെങ്കിലും വരാൻ കഴിയുമെങ്കിൽ വരും. എല്ലാവർക്കും എപ്പോഴും സൗകര്യം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അയ്യപ്പൻ എന്ന പേരുള്ള ഒരു ജോലിക്കാരൻ അവനെ പറഞ്ഞു വിടും. അപ്പോൾ ഒരു പ്രാവശ്യം, അന്ന് എനിക്ക് 7-8 വയസ്സ് പ്രായം കാണും, ഞാൻ അയ്യപ്പൻ്റെ കൂടെ കിഴവടങ്ങ്, ഞങ്ങളുടെ വീട് അവിടെയാണല്ലോ, ആരക്കുഴ, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന രംഗം ഓർക്കുകയാണ്. ഒരു അരുവിയുടെ തീരത്തുള്ള വരമ്പിൽ കൂടി ഞങ്ങൾ രണ്ടുപേരും വരികയാണ്. എൻ്റെ മുമ്പിലാണ് അയ്യപ്പൻ ഒരു രസികനായിരുന്നു. ഒരുപാട് കഥകളൊക്കെ പറയും, എന്തോ പഴയ കഥകൾ, മൂവാറ്റുപുഴത്തെ കാര്യങ്ങൾ. അവിടെ പിന്നെ ഇലക്ട്രിസിറ്റി, കാറ്, അതിൻ്റെ സ്ട്രോങ് ലൈറ്റ്സ്, അതിനെക്കുറിച്ചൊക്കെ അയ്യപ്പൻ വിശദീകരിച്ച് പറയുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പോരുന്ന ദിവസത്തിൽ അയ്യപ്പൻ എൻ്റെ മുമ്പിൽ, ഞാൻ പുറകിൽ, വേറെ ആരുമില്ല. അങ്ങനെ പോന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ശബ്ദം, എന്നൊരു. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും അയ്യപ്പൻ ഈ ലൈനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഈ നിലത്തിൻ്റെ ഒരു 10 അടി ഉള്ളിലേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്ത് കളിയാ? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ അവിടുന്ന് ഇതെന്താണെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ഒരു നല്ല തടിയുള്ള ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു.
എന്നോട് എന്താ പറ്റുക മനസ്സൗഖ്യമാണ് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അയാളുടെ വഴിക്ക് പോയി. അയാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യപ്പൻ കയറി വന്നു, അവിടെ നിന്നു. അപ്പം ഞാൻ അയ്യപ്പനോട് ചോദിച്ചു എന്താ സംഭവം. അയ്യപ്പൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില ഏർപ്പാടുകളുണ്ട്. അന്ന് ഈ തീണ്ടലിൻ്റെ കാര്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ താണ ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരെ ആയിട്ടുള്ള അടുപ്പം നിഷേധിച്ചിരിക്കുന്ന കാലമാണ്. അതാണ് തീണ്ടലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. അത് ഇങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഒരു നായരായിരുന്നു ഇവിടെ അച്ഛന്മാരുടെയൊക്കെ പരിചയക്കാരൻ. അപ്പോൾ അങ്ങനെ നോക്കി ശബ്ദമുണ്ടാക്കി ഇയാൾ അവിടെ നിന്നു. കുറേ കഴിച്ചപ്പോൾ അയാളുടെ വഴിക്ക് പോയി. ഞാൻ മുന്നോട്ട് പോയി. അയ്യപ്പൻ തിരിച്ചു വന്ന് റോഡിൻ്റെ പിന്നെ പഴയ നിലയിലേക്ക് വന്ന് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോരുകയായിരുന്നു. അയ്യപ്പൻ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ആ രംഗം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ പിന്നീട് നമ്മുടെ ഹിന്ദു വ്യവസ്ഥയിൽ ഉള്ള ജാതി വ്യത്യാസം, ആ ജാതി വ്യത്യാസത്തിൽ ഉന്നത ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരുമുണ്ട്. അവർ തമ്മിൽ അക്ഷരാർത്ഥത്തിൽ അകലം പാലിക്കണം എന്നാണ് വെപ്പ്. ഇപ്പോൾ ജാതി വ്യത്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ഈ അയ്യപ്പൻ്റെ കഥയെ ഓർത്തു. അതിപ്പോഴും ഇങ്ങനെ പഴയ കഥകളൊക്കെ പറയുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പോൾ അയ്യപ്പൻ വളരെ രസികനായിരുന്നു, മിടുക്കനായിരുന്നു, അറിവുള്ള ആൾ. അയ്യപ്പൻ പറഞ്ഞാണ് ഞാൻ മൂവാറ്റുപുഴ ടൗണിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. അവിടെ ഇങ്ങനെ പോലീസുകാർ കള്ളന്മാരെ പിടിച്ചുകൊണ്ട് പോകും, പൂച്ച എലിയെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കഥകൾ അയ്യപ്പൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഓർമ്മയാണ്. അതിലപ്പുറം ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള വലിയ ഓർമ്മയൊന്നും എനിക്കില്ല. ഞാനിവിടെ വല്ലപ്പോഴൊക്കെ വരും. ഇവിടെ നമ്മുടെ അമ്മയുടെ ആങ്ങളുടെ മക്കളുടെയൊക്കെ എൻ്റെ പ്രായക്കാർ പിള്ളേരുണ്ട്. അവരുമായിട്ട് കളിച്ച് നടക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കാലമായിരുന്നു. എഴുത്ത് പഠിച്ചത് ഒരാശാൻ്റെ കൂടെ നിന്നാണ്. ആശാൻ എഴുതിത്തരും, ഒരു ഓലയിൽ എഴുതിത്തരും. പിന്നെ ആ എഴുതിത്തരുന്നത് തറയിൽ മണൽ വിരിച്ച് മണലിന്മേൽ എഴുതും, ആ ഈ എന്നൊക്കെ. അങ്ങനെയുള്ളൊരു അക്ഷരങ്ങൾ പഠിക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ആശാൻ ഒരു ഓലയിൽ ഇതെല്ലാം എഴുതിത്തരും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓല കൂട്ടും, വേറൊരു ഓല വരും. അങ്ങനെ ഒരു ഓലയുടെ ഒരു വലിയ കെട്ട്. നമ്മുടെ പഠനത്തിലുള്ള പുരോഗതി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഓലകളുടെ ഒരു വലിയ കെട്ടുണ്ടാവും. അപ്പോഴാ കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ ചേരുന്നത്. ആ അക്ഷരപഠനം കഴിഞ്ഞിട്ട് സ്കൂളിൽ എന്നെ കൊണ്ട് ചേർത്തത് എൻ്റെ അപ്പൻ്റെ അപ്പൻ ഉലഹന്നൻ എന്ന പേര്. പുള്ളി തലമുടി മുഴുവനും നിറച്ച ആളായിരുന്നു. അപ്പോൾ വെള്ളത്തല എന്ന ആൾക്കാർ വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ അപ്പൻ്റെ അപ്പന് എന്നോട് ഞാൻ പറയാം എന്നെ സ്കൂളിൽ കൊണ്ടുപോയാക്കണം. പുള്ളിക്കത് അത്ര ഉത്സാഹം ഉണ്ടായിരുന്നില്ല, കാരണം പുള്ളി എൻ്റെ കൂടെ കളിച്ചോണ്ടൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ അവിടെ കണ്ട പിള്ളേർ സ്കൂളിൻ്റെ പകുതിയാവും പാലത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ കണ്ട് അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്ന കണ്ടില്ലേ, പിള്ളേർ സാറുമാർ തല്ലുന്നതാണ്, നിനക്ക് പോയി കഴിഞ്ഞാൽ നിന്നെ തല്ലും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എന്നെ അവിടെ കൊണ്ടാക്കി എൻ്റെ പഠനം തുടർന്നു. 7ാം ക്ലാസ് പബ്ലിക് പരീക്ഷയായിരുന്നു. പബ്ലിക് പരീക്ഷ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ പോയി വേണം അത് എഴുതാൻ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന അറിഞ്ഞുകൂടാ. അങ്ങനെ 7ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് സെക്കൻഡ് ഫോമിൽ പോയി ചേർന്നു വാഴക്കുളത്ത്. അത് കഴിഞ്ഞാൽ 7ാം ക്ലാസ് ജയിച്ചാൽ ഒരുത്തിന് അധ്യാപകനാകാമായിരുന്നു. 7ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനാകാമായിരുന്നു. ഏതാണ്ട് 8 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. അന്നത്തെ 8 രൂപ ഇന്നത്തെ 8 രൂപയല്ല. അന്നത്തെ 8 രൂപ ഇന്നത്തെ 8,000 രൂപയോ ഏതാണ്ട് അത്ര നല്ല ശമ്പളമായിരുന്നു. അപ്പോൾ അങ്ങനെ
ഈ വാഴക്കുളത്ത് പോയ പിന്നെയുള്ള കഥകൾ വേറെ കിടക്കുന്നു. വാഴക്കുളത്തേക്ക് നടക്കും, പോകുന്ന വഴിക്ക് പുഴ കിടക്കണം, വർഷകാലത്ത് വള്ളത്തിൽ കിടക്കും, വേനൽക്കാലത്ത് ഇറങ്ങി കടന്നു പോരും. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു അന്ന്. വെള്ളം ഈ പുസ്തകമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പോന്നപ്പോൾ വെള്ളത്തിലേക്ക് താണുപോയി ആ പുസ്തകം മുഴുവനും ചിതറി. പുസ്തകം മുഴുവനും വെള്ളത്തിൽ കൂടി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാതയ്ക്കലെ ജോർജ്, MK ജോർജ്, കുര്യാക്കോച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ മൂത്ത മകൻ, ആ മകൻ്റെ ജോർജായിരുന്നു. ജോർജിനേക്കാളും ഒരു ക്ലാസ് മുകളിലായിരുന്നു. അപ്പോൾ ഈ പുസ്തകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നതുകൊണ്ട് ജോർജിന് നന്നായിട്ട് നീന്തലൊക്കെ അറിയാം. അവൻ അവിടെ വന്ന് നീന്തി പുസ്തകങ്ങളൊക്കെ പറക്കിയെടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്ന് എന്നെയും പൊക്കി കൊണ്ടുവന്ന് അവിടെ കയറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഓരോന്ന് ഓർത്തെടുക്കാൻ പോയാൽ പലതും കാണും. ഇപ്പോഴും ഓർമ്മയിലില്ല. 93 വയസ്സായെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ടെങ്കിലും എല്ലാം ഓർക്കാനൊന്നും സാധിക്കില്ല. എന്നെ വീട്ടിൽ വിളിക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ അമ്മ വീട്ടുകാരൊക്കെ കുഞ്ഞവരാച്ചൻ എന്നാണ്. കുഞ്ഞവരാച്ചൻ അവരാച്ചൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേരാണ്, ഫാദർ അടപ്പൂർ. അപ്പം പുള്ളി സെമിനാരി പോയ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി പോയ ശേഷം വന്ന് അങ്ങ് എന്നുള്ള നിലയിലാണ് എന്നെ കുഞ്ഞവരാച്ചൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ജ്യേഷ്ഠനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ്. എനിക്കൊരു 10 വയസ്സോ അങ്ങനെയൊക്കെയെന്ന് എനിക്ക് തോന്നണേ. അന്ന് സെമിനാരിൽ പോയിട്ട് അപ്പോൾ ഇങ്ങനെ വർഷം തോറും അങ്ങനെയൊന്നും വീട്ടിലൊന്നും വരാൻ പറ്റാറില്ലല്ലോ. ഞങ്ങൾ 8 മക്കളാണ്. അതിൽ ഏറ്റവും മൂത്തതാണ് അടപ്പൂരച്ചൻ. പിന്നെ വരണേ 3-4 ആണുങ്ങൾ. അതിനുശേഷം ഒരു സിസ്റ്ററുണ്ട്. പുള്ളി ഇപ്പം ജീസസ് ആൻഡ് മേരി കോൺവെൻറ്റിൽ ആണ് ചേർന്ന് അവിടെ ഇപ്പം ഗോവയിൽ. പിന്നെ ഞാനുണ്ട്. അതിനുശേഷം എൻ്റെ ഒരു സിസ്റ്റർ കുഞ്ഞമ്മ ആഗ്നസ്, അവൾ മറ്റത്ത് ചിറ്റിലപ്പള്ളി ഫാമിലിയിലോട്ട് കല്യാണം കഴിച്ചത്. പിന്നെ ഇളയ ആളാണ് തോമസ്, ഇപ്പം തറവാട്ടിൽ ആരക്കുഴ താമസിക്കുന്നത്. ആദ്യത്തെ പ്രസവമാണ് അമ്മയുടെ. അപ്പോൾ അന്നേരം ഈ മുലപ്പാൽ കുറവാണ്, ഏതായാലും ഇത് ഫ്രീ സപ്ലൈ വേണ്ടി വന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ഈഴവ സ്ത്രീ, എൻ്റെ പേരെനിക്കറിയാമായിരുന്നു, ഇപ്പം ഞാൻ മറന്നുപോയി, മുലപ്പാലാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. അടപ്പുരച്ചൻ്റെ ജീവിതം ഒരത്ഭുതമാണ്. വർഷങ്ങളായി, ദശാബ്ദങ്ങളായി അദ്ദേഹം മാനവരാശിയെ, ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സന്യാസ പുരോഹിതൻ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, സാംസ്കാരിക ലോകത്ത് എങ്ങനെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണം എന്ന് കാണിച്ചു തരുന്ന ഒരു ഉത്തമ മാതൃകയാണ് അച്ഛൻ്റെ വ്യക്തിത്വം. ഈ 94-ാം വയസ്സിലും ആഴമേറിയ ചിന്തകൾ, പരന്ന വായന, കാലിക പ്രശ്നങ്ങളോട് ക്രിയാത്മകമായിട്ടുള്ള പ്രത്യുത്തരം, ഇതെല്ലാം അച്ഛനെ അനന്യനാക്കുന്നു. അച്ഛൻ്റെ മുമ്പോട്ടുള്ള ജീവിത പ്രയാണത്തിൽ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഇനിയും കൂടുതൽ ഇടപെടലുകൾ നടത്താൻ, ഒരു പ്രവാചക ശബ്ദമായി ഉറച്ചു നിൽക്കുവാൻ അടപ്പുരച്ചന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഇവിടെ ആരംഭിച്ച ക്രൈസ്തവ വിശ്വാസ ജീവിതവും അതിൽ ഉണ്ടായ വളർച്ചയുമാണ്. തൊഡാലിറ്റി തന്നെ ഈശോസഭക്കാർ തുടങ്ങിയതാണ്. തൊഡാലിറ്റിക്ക് ഈശോസഭയോളം തന്നെ പഴക്കവും പാരമ്പര്യവുമുണ്ട്. അത് റോമിൽ ആരംഭിച്ചത് പിന്നീട് ഈശോസഭക്കാർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ സ്ഥാപിച്ച് തൊഡാലിറ്റിയുടെ ശാഖ ആരക്കുഴ പള്ളിയിലുണ്ടായിരുന്നു. ഞാനതിൽ പങ്കെടുക്കുകയും അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു കാലത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊഡാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വാർഷികത്തിലുള്ള ആ മീറ്റിങ്, ഇതെല്ലാം ഒരുപാട് ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ സ്വഭാവത്തിൽ വ്യക്തിത്വത്തിൻ്റെ രൂപവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിൽ കേരള കത്തോലിക്കൻ എന്നുള്ള പേരിൽ ഉള്ളൊരു പുസ്തകം ഇറങ്ങി. ആ പുസ്തകം മുഴുവനും അച്ഛന്മാർക്ക് ക്രിറ്റിസൈസ് ചെയ്യുന്ന പുസ്തകമായിരുന്നു. അതിനകത്ത് ഈ അച്ഛന്മാരുടെ ക്ലെറിക്കലിസം എന്നൊക്കെ പറയില്ലേ, ഇപ്പോഴത്തെ മാർപ്പാപ്പ ഈ ക്ലെറിക്കലിസത്തെ വൈദിക മേധാവിത്വം അതിനെ അപലപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമല്ല. അത് ഈ 92 കൊല്ലം മുമ്പ് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനതിനെ എൻ്റെ ചിന്തയെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയോടുള്ള ഒരു ബ്ലൈൻഡ്, ഒരു അന്ധമായ ഒരു ആദരവോ അച്ഛന്മാരോടുള്ള ബഹുമാനമോ എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല. എന്നിരുന്നാലും സഭ വലിയ കാര്യമാണ്, യേശുവിൻ്റെ സാന്നിധ്യം അതിനകത്തുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതം, യേശു അവതരിപ്പിക്കുന്ന മൂല്യങ്ങൾ, അതൊക്കെ എന്താ പറയുക, സമാന്തരങ്ങളില്ലാത്ത കാര്യങ്ങളാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എല്ലാവരും യേശുവിനെ അങ്ങനെ കണ്ടുകൊള്ളണമെന്നില്ല. യേശു പറയുന്ന പല കാര്യങ്ങളും പ്രായോഗികമല്ല എന്നൊക്കെ പറയും. ഇപ്പം ഈ ഗിരിപ്രഭാഷണം, ശത്രുവിനെ സ്നേഹിക്കുക, വലത്തെ ചെവിയുടെ ഇടത്തെ ചെവി ചെവിടെ കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ പ്രായോഗികമല്ല. ഇങ്ങനത്തിലേ ഞാൻ ചെല്ലും എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ഈ പറയുന്ന ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ, ക്രിസ്തു നൽകുന്ന മാതൃകക്ക് പരമമായ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഗാന്ധിജി, നമ്മൾ ബഹുമാനിക്കുന്ന പലരും ക്രിസ്തു വഴി ക്രിസ്തുവിൻ്റെ സ്വാധീനം ഏറ്റ് അവരുടെ ജീവിതത്തെ മാറ്റിയിട്ടുള്ളവരാണ്. ഗാന്ധിജി ഉദാഹരണം വളരെ പ്രസക്തമായ ഒന്നാണ്. ആ തത്വത്തിന് അടിസ്ഥാനമാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയെ തുരത്താനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനും ഗാന്ധിജിക്ക് കഴിഞ്ഞു. ക്ഷമ, ഫോർഗിവ്നെസ്, സഹനത്തെ സ്വാഗതം ചെയ്യുന്ന നിലപാട്, വേറൊരാൾക്ക് വേണ്ടി സഹിക്കുക, അതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. അത് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൂടുതൽ യേശുവിനെ അടുത്തറിയും തോറും നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, നമ്മുടെ ചിന്തയെ, നമ്മുടെ സംഭാഷണത്തെ ഒക്കെ ഇത് ബാധിക്കും. Thank you.